സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം. ഹന്നായിയുടെ കീർത്തനം. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ്സ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധാത്മാവിനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരനായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേൽ സംസാരിക്കരുത്, നിന്റെ നാവിൻ്റെ ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്, പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിക്കുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിക്കുന്നവർ സംതൃപ്തരായി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സൗഭാഗ്യമുള്ളവൾ നിരാലംബരാകുന്നു. കർത്താവ് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു, അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് കയറുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നവനും ഉയർത്തുന്നവനും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമർത്ഥിരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കുന്നു, ശക്തിയാലാരും ബലവാനാകുന്നില്ല. കർത്താവ് പ്രതിയോഗിയെ ഛിന്ന ഭിന്നമാക്കുന്നു, അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും. തൻ്റെ രാജാവ് ശക്തി കൊടുക്കും, തൻ്റെ അഭിഷിക്തൻ്റെ ശിരസ്സ് ഉയരുകയും ചെയ്യും. അനന്തരം എൽഖാന റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി. ബാലനായ സാമുവേലിനാകട്ടെ പുരോഹിതനായ ഏലിയയുടെ സാന്നിധ്യത്തിൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കുന്ന വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. എങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതൻ്റെ ഭൃത്യന്മാർ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതനു വേണ്ടി എടുത്തിരുന്നു. ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം അവർ ഇപ്രകാരമാണ് ചെയ്തിരുന്നത്. കൂടാതെ മേധസ്സ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ബലിയർപ്പിക്കുന്നതിനോട് പുരോഹിതൻ്റെ ഭൃത്യൻ പറയും: പുരോഹിതന് വേണ്ടി പാകം ചെയ്യുവാൻ കുറേ മാംസം തരിക. പച്ചമാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. ആദ്യം മേധസ്സ് ദഹിപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് തടസ്സം പറഞ്ഞാൽ പോരാ, ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് എടുക്കുമെന്ന് അവൻ മറുപടി പറയുമായിരുന്നു. ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായിരുന്നു. അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത്. ബലവാനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ചണനൂൽ കൊണ്ട് ഉള്ള ഒരു വിശേഷ വസ്ത്രമാണ് അവൾ ധരിച്ചിരുന്നത്. ബലിയർപ്പിക്കുവാൻ കർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ അവൻ്റെ അമ്മ ചെറിയ ഉടുപ്പ് കൂടി അവന് കൊടുത്തിരുന്നു. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് ലഭിച്ച കുറേ സന്താനങ്ങളെ ദൈവം നൽകട്ടെ. എൽക്കാനായും ഭാര്യയും ഏലി അനുഗ്രഹിച്ചിരുന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് പോകും. കർത്താവിനെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ബാലനായ സാമുവേലാവട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃത്തിയായി തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം അവൻ കേട്ടു. സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ ശയിച്ചിരുന്ന വിവരവും അവൻ അറിഞ്ഞു. അവൻ അവരോട് പറഞ്ഞു: എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു. മക്കളെ, മേലാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല. മനുഷ്യരോട് പാപം ചെയ്താൽ ദൈവം അവനു വേണ്ടി മധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ ആര് മധ്യസ്ഥം വഹിക്കും? പക്ഷേ അവൻ പിതാവിൻ്റെ വാക്ക് കേട്ടില്ല.
കാരണം അവരെ നശിപ്പിക്കുവാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. ബാലനായ സാമുവേലാവട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. കർത്താവ് അയച്ച ഒരാൾ ഏലിയുടെ അടുക്കൽ വന്നു പറഞ്ഞു, കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിലടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. എൻ്റെ ബലിപീഠത്തെ സമീപിക്കുവാനും ധൂപാർപ്പണം നടത്തുവാനും എൻ്റെ മുമ്പിൽ ഏഫേദൂക്കുവാനും ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ എൻ്റെ പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേലിൻ്റെ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാം നിൻ്റെ പിതൃഭവനത്തിലേക്ക് ഞാൻ കൊടുത്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളും കാഴ്ചകളും നീ ആർത്തിയോടെ നോക്കുന്നത്? നിങ്ങൾ എൻ്റെ ജനം എനിക്ക് അർപ്പിക്കുന്ന സകല ബലിയുടെയും ശിഷ്ടഭാഗം തിന്നുകൊടുത്തു. എന്നേക്കാൾ കൂടുതൽ നിൻ്റെ മക്കളെ നീ ബഹുമാനിക്കുന്നതെന്ത്? അതിനായി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവ് ആയി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇനി അങ്ങനെ ആയിരിക്കുകയില്ല. എന്നെ ആദരിക്കുന്നവരെ ഞാൻ ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവരെ ഞാൻ നിന്ദിക്കും. വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം നിൻ്റെയും നിൻ്റെ കുടുംബത്തെയും ശക്തി ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ അസ്വസ്ഥരും അസൂയകാലുക്കളുമാകും. പക്ഷേ നിൻ്റെ കുടുംബത്തിൽ പ്രായം ചെന്നവരായി മേലിൽ ആരും ഉണ്ടായിരിക്കുകയില്ല. നിങ്ങളുടെ ഒരുവനെ എൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കുകയില്ല. കണ്ണുനീരുകൊണ്ട് അവൻ്റെ കാഴ്ച മങ്ങുകയും ഹൃദയമുരുകുകയും ചെയ്യും. നിൻ്റെ സന്താനങ്ങൾ വാൾനിരയാകും. നിൻ്റെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനീഹാസും ഒരു ദിവസം തന്നെ മരിക്കും. ഇത് നിനക്കൊരടയാളമായിരിക്കും. എനിക്ക് വേണ്ടി വിശ്വസ്തരായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും. എൻ്റെ ഹൃദയാഭിലാഷം അനുസരിച്ച് അവൻ പ്രവർത്തിക്കും. നിൻ്റെ കുടുംബം ഞാൻ നിലനിർത്തും. അവൻ്റെ അഭിഷിക്തനെ സന്നിധിയിൽ ഞാൻ നിത്യവും ശുശ്രൂഷ ചെയ്യും. നിൻ്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം ഒരു വെള്ളിക്കാശിനും ഒരു കഷ്ണം അപ്പത്തിനും വേണ്ടി അവനോട് യാചിച്ചു കൊണ്ട് പറയും, ഒരു കഷ്ണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. ശംശിയായി സ്തുതിയായി.